ഹലോ ഗായ്സ്, അങ്ങനെ എൻ്റെ വിയന്ന വെക്കേഷൻ കംസ് ടു എൻ എൻഡ് എന്ന് പറയാം. പക്ഷെ അത്ര വിഷമമില്ല, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അവസാനത്തെ ദിവസം ലാസ്റ്റ് ഷോപ്പിംഗ് പ്ലസ് അടുത്ത ട്രിപ്പിന് പോകാനുള്ള സാധനങ്ങളും കൂടി വിയന്നയിൽ വാങ്ങുന്നതാണ് കമ്പാരിറ്റീവ്ലി ചീപ്പ്. അപ്പോൾ നമ്മുടെ ഒപ്പം റെഡിക്ക് കട്ടയ്ക്ക് പിടിക്കാനായി 2 കസിൻ കുട്ടികളുണ്ടെങ്കിൽ, ചേച്ചി ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എങ്ങോട്ടെങ്കിലും ഷോപ്പിങ്ങിന് പോകണോ, ഞങ്ങൾ വരണോ എന്ന് പറയാനുള്ളപ്പോൾ നമ്മൾ എന്തിന് പേടിക്കണോ, ഒറ്റയ്ക്ക് പോകേണ്ട പ്രശ്നമേ ഇല്ല. അങ്ങനെ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം പോയത് തന്നെ സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൻ്റെ പരിസരത്താണ്. അവിടെ ഒരു നല്ല ഇങ്ങനത്തെ ഫിഗേഴ്സ് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പുണ്ട്. ഇറ്റ്സ് വെരി റെക്കമെൻഡബിൾ ആണ്. അതെല്ലാം ഹാൻഡ് മെയ്ഡാണ്, മെയ്ഡ് ഇൻ ചൈന അല്ല. ആൻഡ് അവിടെ അതെന്ന് പറയുന്നത് കൃത്യം സ്റ്റെഫാൻസ് പള്ളിയുടെ സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൻ്റെ പുറകുവശത്താണ്. കണ്ടതായിരുന്നു അവിടുത്തെ പേര്. അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് അവസാനം കഫേ ആൾട്ട് വീൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി. അവിടുത്തെ വൈബ് ഒരു ഒന്നൊന്നര വൈബായിരുന്നു കേട്ടോ, നല്ല രസം. അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യം കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തത് കേരള ഡസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്ററായിരുന്നു. ആൻഡ് നമ്മൾ വിയന്ന വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ വിസിറ്റേഴ്സായി വിയന്ന വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു വിയന്നീസ് കോഫി കൾച്ചറിൻ്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഒരു നല്ല സ്ഥലമാണ്. ആൻഡ് അങ്ങനെ ഒത്തിരി പ്രൈസിയും അല്ലായിരുന്നു. ഓഫ് കോഴ്സ് ഇത്തിരി പൈസ ഉണ്ട്, എന്നാലും ഇറ്റ് വാസ് ഫൈൻ. സോ ഞങ്ങൾ പല കാര്യങ്ങൾ ഓർഡർ ചെയ്തു. സ്പൈസി ടോസ്റ്റ്, അത് ഹാം ആൻഡ് ചീസ് ആണ്. ആൻഡ് ദെൻ അയാനോക്കൽ, ഇത് എഗ് ആൻഡ് സം സോർട്ട് ഓഫ് പാസ്ത. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് വിയന്ന വന്നു കഴിയുമ്പോൾ വിയന്നീസ് ഷ്നിറ്റ്സിൽ കഴിക്കാതെ എങ്ങോട്ടാണ് പോണേ? അതെന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. അതിൻ്റെ ഒപ്പമുള്ള പൊട്ടാറ്റോ സലാഡ്, ഞാൻ എൻ്റെ ബർത്ത്ഡേ ഇതിൽ ഉണ്ടാക്കാൻ നോക്കി ഫെയിലായ സാധനം, അതും കഴിച്ചു. പിന്നെ അവരോട് യാത്ര പറഞ്ഞു, വീട്ടിലെത്തി, പെട്ടി പാക്ക് ചെയ്തു, എയർപോർട്ടിലെത്തി. ഇപ്പോൾ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടിൻ ബോക്സിൽ വാങ്ങണ മീനിൻ്റെ പോലെയാണ്. ഇങ്ങനെ സർഡീൻസിന് ഇങ്ങനെ അടക്കിപ്പറക്കി വെച്ചിട്ടുള്ള ഒരു ഫീലില്ലേ, അതുപോലെയാണ് ഇപ്പോഴത്തെ ഫ്ലൈറ്റ് യാത്ര. അങ്ങനെ തിരിച്ച് സ്യൂറിക്കിലെത്തി. അതായിരുന്നു ഇപ്രാവശ്യത്തെ എൻ്റെ ട്രിപ്പ്. പിന്നെ അടുത്ത ട്രിപ്പ് ഇപ്പം തന്നെ വരുന്നത് കൊണ്ട് അത്ര വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.